السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وآله وصحبه سيدنا ومولانا محمد وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. أما بعد. അപ്പോൾ നമ്മൾ 39-ാം പേജിലാണ്. അൽ ഫസുലു സാനി ഫിൽ മക്കായിലി എന്നാണ് ഇന്ന് വൈകിട്ട് അല്ലേ. ഇന്നലെ നമ്മൾ മുദ്ദിനെ സംബന്ധിച്ച് ഒരു ചെറിയൊരു 4 മിനിറ്റ് സംതിങ് ഉള്ളൊരു വോയിസ് വിട്ടിരുന്നു. അത് വിടാനുള്ള കാരണം പിന്നെ ഒരു ചോദ്യമായിരുന്നു. കാര്യങ്ങളൊക്കെ ഇതുവരെ പറഞ്ഞതൊക്കെ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ചിലരൊക്കെ ഒരു റാഹത്ത് കുറവ്, അതെന്താ അങ്ങനെ ഇത്രയും കാലം നമ്മൾ വലിയൊരളവല്ലേ കൊടുത്തത്, ഇതെന്താ 510 എന്നൊക്കെ പറയുന്നതൊക്കെ ജനങ്ങൾ നല്ല നിലക്ക് ജനങ്ങൾ കൈകാര്യം ചെയ്യുന്ന സംഗതിയൊക്കെ ഇങ്ങനെ അതൊക്കെ നിഷ്ഫലമാക്കണോ എന്തോ ഒരു ചോദ്യം ആരോ ചോദിച്ചതായിട്ട് എനിക്ക് അഡ്മിൻ അയച്ചു തന്നു. എന്നാൽ ഞാൻ പറയട്ടെ, നമ്മൾ പുതുതായിട്ടൊന്നും പറയുന്നില്ല. തുഹ്ഫ, നിഹായ, മുഗ്നി തുടങ്ങിയ എല്ലാ കിതാബും അല്ല കിതാബ് എന്ന് പറയാൻ കാരണം മിൻഹാജിൻ്റെ ഷെറാണ് ഇതൊക്കെ. മിൻഹാജിലുള്ളതല്ലേ, ആ സഹോദരനോട് ഞാൻ പറയാണ്, മിൻഹാജിലുള്ളതല്ലേ എന്ത് വരിത്തുലു മിഅത്തുൻ വസമാനിയത്തുൻ വഇശ്റൂന ദിർഹമൻ വഅർബഅത്തു അസ്ബാഇ ദിർഹമിൻ എന്നത് മിൻഹാജിലുള്ളതല്ലേ, ഒന്നല്ല ഒന്നിലേറെ സ്ഥലത്തുള്ളതല്ലേ. ദിർഹം എന്നത് 2.975 എന്നുള്ളത് നമ്മൾ ദീനാറിൻ്റെ വസനിൻ്റെ പിന്നെ ഭാരം കിട്ടിയപ്പോൾ 7 ദീനാറ് 10 ദിർഹമാണെന്ന് മുസല്ലമുൽ കുല്ലായത് കൊണ്ട് തന്നെ മനസ്സിലാക്കിയെടുത്തതല്ലേ. ഇത് നമ്മൾ സ്വന്തം മനസ്സിലാക്കിയതല്ലല്ലോ. അതുകൊണ്ടല്ലേ നമ്മൾ മദ്രസയിലൊക്കെ പഠിച്ചതല്ലേ. 200 ദിർഹം അതാണ് വെള്ളിയുടെ നിസാബ്, അത് 595 ഗ്രാമാണെന്ന് നമ്മൾ പറഞ്ഞു വരുന്നതല്ലേ. 595-നെ നമ്മൾ 200 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണല്ലോ 2.975 എന്നുള്ളത്. അതൊരു ദിർഹമിൻ്റെ വസനല്ലേ. അപ്പോൾ 128 ദിർഹമും ഒരു ദിർഹമിൻ്റെ 4 സുബുകളും ആണ് ഒരു റിത്തുല് എന്നത് ഇമാം നബവി പറഞ്ഞതല്ലേ മിൻഹാജിൽ. അത് ഗുണിച്ചി എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ചെയ്ത തെറ്റ്. അപ്പോൾ റിത്തുലിൻ്റെ വസന് അങ്ങനെ കിട്ടുമല്ലോ, അതല്ലേ നമ്മുടെ പുസ്തകത്തിലുണ്ടല്ലോ. 128.5714 അല്ലേ നമ്മൾ പറഞ്ഞത്. അതെ, 31-ാം പേജ് നോക്കൂ നിങ്ങൾ. പുസ്തകം കിട്ടാത്തവരൊക്കെ വാങ്ങിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. 128.5714 31-ാം പേജിലതാ. അതിനെ നമ്മൾ ഗുണിച്ചതാണ് ദിർഹമിൻ്റെ വസന കൊണ്ട്. അപ്പോൾ കിട്ടിയതാണ് 382.5 ഗ്രാം എന്നുള്ളത്. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചതൊന്നല്ല, ഇതെല്ലാവരും പറഞ്ഞു തന്നെയാണ്. അത് റിത്തുലിൻ്റെ വസനാണ്. റിത്തുലുൻ വ സുലുസുഹു, റിത്തുലിൻ്റെ കൂടെ അതിൻ്റെ സുലുസും കൂടി കൂട്ടുമ്പോഴാണ് എന്തുണ്ടാകല്, മുദ്ദിൻ്റെ വസൻ ഉണ്ടാകല്. റിത്തുൽ അൽ മുദ്ദു റിത്തുലുൻ വ സുലുസുഹു എന്ന് പറയാത്ത കിതാബ് ഏതെങ്കിലും ഉണ്ടോ? ഫിഖിൻ്റെ കിതാബ്. അപ്പോൾ അതിൻ്റെ സുലുസത്തിരിയ 127.5. 382.5യുടെ കൂടെ 127 കൂട്ടിയാൽ കിട്ടുന്നതല്ലേ 510. പിന്നെ എന്താണ് പുതിയത് പറഞ്ഞത്? അതിവിടെ എത്ര കിതാബുകളിലുണ്ട്. നമ്മുടെ പിന്നെ കേരളക്കാരനായ ആളല്ലേ നമ്മളെ പാനൂർ തങ്ങൾ. മൂപ്പര് കിതാബുൽ അൽമദാരിജിലുണ്ട് എന്നാണ് ഓർമ്മ. 510 ആണൊരു മുദ്ദ് എന്ന് പറയുന്നത്. അവരുടെ കിതാബിൽ തന്നെ 2040 സാഹചര്യമുണ്ട്. 4 കൊണ്ട് ഗുണിച്ചാൽ 4 മുദ്ദാണല്ലോ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോൾ പുതിയത് പറഞ്ഞതൊന്നുമല്ല. അതൊക്കെ നമ്മൾ കൃത്യമായി കേൾക്കുകയും കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്തൊക്കെ റെഡി ആയിക്കോളും. നമുക്കിവിടെ ജനങ്ങൾക്ക് കിട്ടുന്നത് കുറക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല. വിഷയങ്ങളായി ചർച്ച ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ പരിപാടി. ആർക്കും ചർച്ചയിൽ പങ്കെടുക്കാവുന്നതാണ്. ഇതൊരു ചർച്ചയാണല്ലോ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് തിസീസാണ്. എൻ്റെ ഡോക്ടറേറ്റിൻ്റെ തിസീസാണ്. ഞാൻ ജാമിയ നിസാമിയയിൽ നിന്ന് PhD എടുക്കാൻ കൊടുത്ത 291 പേജുള്ള ഹല്ലുൽ ഖളായൽ ഇഖ്തിസാദിയൽ മുആസിറ ഫിൽ ഫിഖ്ഹി ശാഫിഈ എന്നൊരു കിതാബുണ്ട്. അത് 4 ബാബുകളാണ്. അതിലെ ഒരു ബാബാണിത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4-ാം ബാബാണിത്. 4-ാമത്തെ ബാബാണിത്. അപ്പോൾ ആ 4-ാം ബാബിന് അതിൽ നിന്ന് മാറ്റിയെടുത്ത് ഒരു മുസ്തഖിലൻ കിതാബാക്കി മാറ്റിയതാണ്. ഫായിദ ഉള്ള ഒരു സംഗതിയാണെന്നുള്ള അഭിപ്രായങ്ങൾ നമ്മൾ സ്വന്തവും സുഹൃത്തുക്കളൊക്കെ പറഞ്ഞതനുസരിച്ച് അതൊന്ന് മോഡിഫൈ ചെയ്ത് ഒരു പുസ്തകമാക്കിയതാണ്. ഇതിൻ്റെ തിസീസാണ്, നമ്മുടെ സെർച്ചിങ് ആണിത്. അപ്പോൾ അത് ഇതുവരെ അന്വേഷണത്തിലൊക്കെ അത് ശരിയായിട്ട് തന്നെയാണ് മനസ്സിലാക്കുകയും ചെയ്തത്. നിങ്ങളറിയുമോ?
ഞാൻ മുൻതദ കഴിഞ്ഞ് വരികയാണ്. ജാമിയ ഹിക്കമിയയിൽ ഇതിന് സംബന്ധിയായി പുസ്തകം ജാമിയ ഹിക്കമിയാണല്ലോ അടിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ് വരുന്ന അവസരത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദിൻ്റെ വീട്ടിൽ ഓക്കെ ഉസ്താദ് പതിറ്റാണ്ടുകളായി കൊടുത്തിരുന്നതായ മുദ്ദ ഇവിടെ ഉണ്ട്, മുദ്ദനബവി ഉണ്ട് എന്ന് പറഞ്ഞു. അവിടുത്തെ ഹസനി അവിടെ സാധാരണ ഉണ്ടാകുന്ന ഒരാളുണ്ട്, താമസിക്കുന്ന ഇളയ മകൻ, പേരെന്നോട് മറന്നുപോയി. അവർ മഹ്മൂദോ എന്താ എനിക്ക് ഓർമ്മയില്ല. ഓക്കെ ഉസ്താദിൻ്റെ മകന്, ആ തറവാട് വീട്ടിൽ താമസിക്കുന്ന മകന്, ആ മകൻ നമുക്ക് സാധനം കാണിച്ചു തരികയും അത് കൈപ്പറ്റുകയും അതിൻ്റെ നേരെ താഴെയുള്ള കടയിൽ പോയി അരി തൂക്കുകയും ചെയ്തതിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ കിട്ടാരാ. 505 ഗ്രാമാണ്ടത്. മൂപ്പർ പറഞ്ഞു, ഷെയ്ഖുന എന്ന് തന്നെ പറഞ്ഞ വാപ്പാനെ കുറിച്ച്, അവർ 954 മറ്റോ ഹജ്ജിന് പോയപ്പം കൊണ്ടുവന്നതാണത്. അത് തന്നെ ശരിയാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടല്ലേ ഓക്കെ ഉസ്താദല്ലേ കൊടുക്കുന്നത്. അത് ഞാൻ തൂക്കിയിട്ട് ഡിജിറ്റലിൻ്റെ ഫോട്ടോ എടുത്തത് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞ് വേണേൽ വിട്ടുതരാം. അപ്പോൾ അതാണ് ശരിയെന്ന് അവർ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് നമ്മൾ മക്കായിൽ തുടങ്ങുകയല്ലേ, ബാക്കി നിങ്ങൾക്ക് വഴിയെ കേൾക്കാം ഇൻഷാ അല്ലാഹ്. എന്തും നമുക്ക് മനസ്സിലാക്കാനുള്ളതാണിത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാവരും 510 ഗ്രാം തൂക്കിയിട്ട് തന്നെയാണ് കൊടുക്കേണ്ടതെന്നോ അല്ലെങ്കിൽ നിലവിൽ കമ്പോളത്തിൽ ലഭ്യമാകുന്ന മുദ്ദിൽ തൂക്കിയിട്ട് ആരും കൊടുക്കാൻ പാടില്ലെന്നോ എന്നൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. വസ്തുതകളായി ഇങ്ങനെ ചർച്ച ചെയ്തു പോവുകയാണ്. ഞാൻ ഇത്ര കാലമായിട്ട് കൊടുത്തത് ആ മുദ്ദിൽ അളന്നിട്ട് തന്നെയാണ് കൊടുത്തിരുന്നത്. അത് എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് കൂടുതൽ ആണെന്നുണ്ടെങ്കിൽ അങ്ങ് ആയിക്കോട്ടെ എന്നുള്ള ആൾക്കാണ്. അതേസമയത്ത് ഇന്നലെ ഒരാൾ ചോദിച്ചല്ലോ, 80 വർഷമായിട്ട് 80 വയസ്സുള്ള ആൾ നോമ്പ് വെക്കാത്ത ആൾ ഇപ്പം കുറച്ച് തഖ്വല്ലായി മരിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ കൂട്ടണമെന്ന് ബോധ്യം വന്നപ്പം ചിന്തിക്കാൻ, ഇയാളോടൊക്കെ നിങ്ങൾ ഇപ്പോൾ 510 ആണെങ്കിൽ 750 എന്ന് പറഞ്ഞാൽ എത്ര വ്യത്യാസമാണ്? 710 235 ഗ്രാമിൻ്റെ വ്യത്യാസമായില്ലേ? ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ 250 ഗ്രാമാണ്. ചിലരൊക്കെ പറയാറുണ്ട് സായ എന്ന് പറഞ്ഞാൽ എന്താണ് 3 കിലോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇത്തിരി ഒരു മുദ്ദ് 750 ഗ്രാം എന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മൾ 510 710 240 അല്ലേ, 240 ഗ്രാമിൻ്റെ വ്യത്യാസമാണ്. ഈ മനുഷ്യനൊക്കെ മുദ്ദ് എടുക്കണത് എത്രമാത്രം മുദ്ദുണ്ടാവും? 100 കണക്കിന് മുദ്ദുകളുണ്ടാവും. 1000 മുദ്ദിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക. 1000 × 240 ഗ്രാം 10 കൊണ്ട് ഗുണിക്കുമ്പോൾ തന്നെ എത്രയായി? 2 കിലോ 400 ഗ്രാമിൻ്റെ വ്യത്യാസം വന്നു. 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 24 കിലോ അല്ലേ. 1000 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്തായി? 240 കിലോ, 2.5 ക്വിൻ്റൽ സുമാറ്. വലിയ പൈസയില്ലേ? അത് ജനങ്ങൾ പൈസ ഇല്ലാത്ത ആളാണെങ്കിൽ ബുദ്ധിമുട്ടിക്കുന്ന എന്തിനാന്നൊരു തിരിച്ചു ചോദ്യമില്ലേ? പിന്നെ നമ്മൾ എഹ്തിയാത്തിയായിട്ടാണ് ഇന്നലെ എൻ്റെ ആ വോയിസിൽ 510 ആക്കണ്ടേ, നമ്മളെ നാട്ടിൽ തൂക്കിയിട്ടല്ലേ കൊടുക്കാറുള്ളത്. കുറച്ച് കൂട്ടിയാൽ നമ്മൾ പാത്രം നിറയലല്ലേ നമ്മൾ ആവശ്യം. കാരണം ഇത് മക്കീലിൽപ്പെട്ടതാണ്. മക്കീൽ ആയിട്ടൊരു സംഗതി തങ്ങൾ അമർ ചെയ്ത് കഴിഞ്ഞാൽ അത്ര അളവ് കൊടുത്തേക്കെന്ന് ഉറപ്പിക്കൽ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടൊരു എഹ്തിയാത്ത് പാലിക്കുകയാണ്. ഓക്കെ. الفصل الثاني في المكاييل إن المعتبر فيما كان يقال في العهد النبوي. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അളന്നുകൊണ്ടിരുന്ന ഒന്നിൽ പരിഗണിക്കപ്പെടുന്നത് അൽ ഖൈലു കൈൽ തന്നെയാണ്. വ ഫീമാ കാന യൂസനു ഫിൽ അഹദിൻ നബവി ഫീഹി എന്ന് പറഞ്ഞാൽ അൽ വസ്നു വസ്നാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് തൂക്കിക്കൊണ്ടിരുന്ന സംഗതികളൊക്കെ ഒരു തൂക്കം തങ്ങൾ പറയുകയാണെങ്കിൽ ആ തൂക്കമാണ് പരിഗണിക്കുക. അളന്നുകൊണ്ടിരുന്നൊരു സംഗതിയാണ് എങ്കിൽ ആ അളവാണ് പരിഗണിക്കുക. അപ്പോൾ തൂക്കിക്കൊണ്ടിരുന്ന സംഗതിയിൽ തൂക്കമായിട്ടാണ് പരിഗണിക്കേണ്ടത്. അളന്നുകൊണ്ടിരുന്ന സംഗതിയിൽ അളവായിട്ട് തന്നെയാണ് പരിഗണിക്കേണ്ടത്. ഖാലഫിൽ മജ്മൂഇ അത് ഫകുല്ലു മാ വുസിന അലാ അഹദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅസ്ലുഹു അൽ വസ്നു. തിരുനബിയുടെ കാലത്ത് മൗസൂനായി കൈകാര്യം ചെയ്തതിനെ മൗസൂനായിട്ട് അതിൻ്റെ അസ്ൽ വസ്ൻ തന്നെയാണ്. വകുല്ലുമാക്കീല ഫഅസ്ലുഹു അൽ കൈലാണ്. പിന്നെ നമ്മൾ തെറ്റിച്ച് പറയുന്നത് ചില സൗകര്യങ്ങൾക്ക് വേണ്ടി, അതാണ് അതിൻ്റെ അസ്ൽ തന്നെയാണ്. കൈല് പറഞ്ഞാൽ കൈലായിട്ടാണ്, വസ്ന് പറഞ്ഞാൽ വസ്നായിട്ടാണ്. അപ്പോൾ കൈലിനെ വസ്നിലേക്കും വസ്നിനെ കൈലിലേക്കും തെറ്റിക്കുമ്പം ചില വേരിയേഷനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൈല് പറഞ്ഞത് കൈലെന്നെ കൊടുത്താൽ കൃത്യമായല്ലോ, നമ്മൾ പറഞ്ഞത് തീർത്തും പാലിച്ച് പ്രവർത്തിച്ച് എന്നായല്ലോ. അതുകൊണ്ടാണ് വമാ അഹ്ദസന്നാസു മിൻഹു മിമ്മാ യുഖാലിഫു ദാലിക റുദ്ദ ഇലൽ അസ്ലി. ഇതിൽ നിന്നും ജനങ്ങൾ കയ്യിൽ വസനാക്കിയിട്ടും വസന കയ്യിലാക്കിയിട്ടൊക്കെ മാറ്റിയാൽ അത് അസലിലേക്ക് തന്നെ മടക്കിയിട്ട് തന്നെ നമ്മളെ ശറയ്യാത്തിൽ കൈകാര്യം ചെയ്യേണ്ടി വരും. അങ്ങനെ മാറ്റി ഒന്നല്ലേ അരിയും ഗോതമ്പൊക്കെ നമ്മളിപ്പോൾ അളന്നു കൊടുക്കൽ എല്ലാം തൂക്കിയിട്ടല്ലേ. അപ്പോൾ നമ്മൾ ശറയ്യാത്തിൽ ആ അളത്തം തന്നെ നമ്മൾ പാലിക്കേണ്ടി വരും എന്നർത്ഥം. വത്തഫഖൽ അസ്ഹാബു അലാ മാ ഖാലഹു ശാഫിഈ റഹിമഹുല്ലാഹ് വഅന്നഹു
ഇൻ അഹ്ദസന്നാസു ഖിലാഫ ദാലിക ഫലാ ഇഅ്തിബാറ ബിഹി. ഇമാം ഷാഫി പറഞ്ഞതിൻ്റെ മേൽ ഇത്തിഫാഖായിട്ടുണ്ട്. അഥവാ ജനങ്ങൾ പിന്നെ അതിൻ്റെ എതിരെന്തെങ്കിലും ചെയ്യുകയാണ് എങ്കിൽ, പുതുതായി ഉണ്ടാക്കുകയാണ് എങ്കിൽ, നമ്മൾ ഈ പറഞ്ഞ അരിയെപ്പോലെ തൂക്കൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഫലാ ഇഅ്തിബാറ ബിഹി, നമ്മൾ ഇനി മുതൽ തൂക്കം പറയാന്നുള്ള പരിപാടിയില്ല. നമുക്ക് ശറഈയാത്തിൽ അളത്തം പറഞ്ഞ അളത്തം തന്നെ കൊടുത്തിരിക്കണം. നിങ്ങൾ തൂക്കം മുഖേനയാണ് ആ കൊടുക്കുന്ന അളവ് ഉള്ള കതിർ കൊടുക്കുന്നത് എങ്കിൽ അത് നമുക്ക് പ്രശ്നമില്ല. അളവ് കൊടുത്തിരിക്കണം. അതായത് നമ്മൾ അരി തൂക്കാൻ പാടില്ല, അരി തൂക്കൽ ഹറാമെന്നും പറഞ്ഞേക്കണ്ട. വകാനത്തിൽ ഹുബൂബു ഫി സമനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കീലത്തൻ. അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് പോവാണ്. ധാന്യങ്ങൾ തങ്ങളുടെ കാലത്ത് അത് മക്കീലത്തായിരുന്നു. ഫലാ ബുദ്ദ മിൻ തഹ്സീലിൽ മക്കായിലി ശർഇയ്യത്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കായിൽ ശർഇയ്യത്തിനെ തഹ്സീലാക്കണം നമ്മൾ. കാരണം വക്കീലുകൾ വക്കീലായിട്ട് കൊടുക്കണം എന്നല്ല അറിഞ്ഞത്. അപ്പം മിക്കിയാലുകൾ തഹ്സീലാക്കണം. എന്തൊക്കെ? മിനൽ മുദ്ദി വസ്സാഇ പോലത്തത് ഒന്നുകിൽ അങ്ങനെ ചെയ്യണം, അതുകൂടാതെ കഴിയൂല. ഔ മാരിഫത്തി ഖദ്രിഹ, അല്ലെങ്കിൽ ശർഈ മക്കായിലിൻ്റെ ഖദ്ർ നമ്മൾ അറിയണം. ബിൻ നിളാമിൽ മിത്രി മുഖേന നോക്കിയാൽ ഇത്ര ലിറ്റർ എന്നുള്ള അളവ് നമ്മൾ അറിയണം. ഹൈസു ലം തതവഫരിൽ അംദാദു വസ്സിആനുൽ ഖദീമ അൽ മുഹഖഖ, തഹ്ഖീഖാക്കിയ പഴയ സാഴുകളും മുദ്ദുകളും ലഭ്യമല്ല എങ്കിൽ നിളാമു മിത്രി കൊണ്ടുള്ളതിൻ്റെ ഖദറെങ്കിലും നമ്മൾ അറിയണം. കാരണം നമുക്ക് ശർഅനുസരിച്ച് ജീവിക്കണ്ടേ, പ്രവർത്തിക്കണ്ടേ. ഔമാ ഉഉയിറ ബിഹ, അത് കരസ്ഥമാക്കൽ അത് ലഭ്യമല്ല എങ്കിൽ, അല്ലെങ്കിൽ അതുമായി മുആയറത്ത് ചെയ്തത്, കണക്കൊപ്പിച്ചത് നമ്മൾക്ക് ലഭ്യമല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നിളാമുൽ മിത്രി കൊണ്ട് അതിൻ്റെ ഖദറെങ്കിലും മനസ്സിലാക്കി വെക്കണം. എന്നാൽ അത്ര എത്ര എം എൽ അല്ലെങ്കിൽ ലിറ്റർ കൊടുക്കാമല്ലോ. കാരണം അതറിയൽ നമ്മുടെ ആവശ്യമാണ്. ലിഅന്നൽ വാജിബ ഫിൽ മക്കീലാത്ത് ഇഖ്റാജുൽ കൈലിൽ വാരിദി. കാരണം മക്കീലുകളിൽ വാജിബ് എന്താണ്? മുക്കല്ലഫിൻ്റെ വാജിബ് എന്താണ്? ആ വാരിദായ കൈല് കൊടുക്കണം എന്നുള്ളതാണ്. സാദ വസ്നുഹു അലാ മാ ഖദ്ദർനാ മിനൽ ഔസാനി ഫിൽ ഫസ്ലി സാബിഖി ഔ നഖസ അൻഹാ. ആ മക്കീലുകളിൽ പറയപ്പെട്ട കൈല് കൊടുത്തിരിക്കണമെന്നാണ്. അത് നമ്മൾ നേരത്തെ അവകളെക്കുറിച്ച് വസ്നൻ കണക്കാക്കിയപ്പോൾ പറഞ്ഞതിനേക്കാൾ കൂടട്ടെ കുറയട്ടെ. അപ്പോൾ വസ്ന് കൂടുക കുറയുക, വസ്നിപ്പം നമ്മൾ കണ്ടില്ലേ നേരത്തെ, മുദ്ദിനെക്കുറിച്ച് വസ്ന് കണക്കാക്കി തന്നില്ലേ ഫുഖഹാ. റിത്തുലുൻ വസുലുസുഹു എന്ന് കണക്കാക്കിയില്ലേ. അതുകൊണ്ടല്ലേ നമ്മൾ 510 എന്ന് പുതിയ രൂപത്തിൽ പറഞ്ഞത്. പുതിയ ഗ്രാമാണല്ലോ ഇപ്പം ചർച്ച, ദിർഹമൊന്നുമല്ലല്ലോ ഇപ്പോഴത്തെ കാലത്ത്. അത് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ 510-നേക്കാൾ കൂടട്ടെ കുറയട്ടെ ആ പാത്രത്തിൽ കൊള്ളുന്ന സാധനം കൊടുക്കണം എന്നാണ് മത്ലൂബായത്. പിന്നെ അപ്പറഞ്ഞത് നമുക്ക് അതില്ലാത്ത രൂപത്തിൽ കൊടുക്കാൻ വിശ്വാസിക്ക് പ്രവർത്തിക്കാനുള്ളൊരു വഴി അവർ പറഞ്ഞതാണ്. ഫഅലാ മുഖ്രിജിൽ മക്കീലാത്ത് ഫി ശർഇ. അപ്പോൾ ശർഇൽ വക്കീലുകളായ സംഗതികൾ ഇഖ്റാജ് ചെയ്യുന്ന ആളുടെ മേൽ നിർബന്ധമാണ്. ബിൽ ഔസാൻ കൊണ്ട് ഇഖ്റാജ് ചെയ്യുകയാണെങ്കിൽ, വസ്ന് കൊണ്ട് കൈകാര്യം ചെയ്യുകയാണ് എങ്കിൽ അയാൾക്ക് നിർബന്ധമാണ് അൽ ഇഹ്തിയാത്തുൽ ബാലിഗു, അങ്ങേയറ്റം ശ്രദ്ധ പാലിക്കണം. ഫഅലാ മുഖ്രിജിൽ മക്കീലാത്തി ശർഇയ്യ ബിൽ ഔസാൻ, അയാളെ മേൽ നിർബന്ധമാണ് ഇഹ്തിയാത്തുൻ ബാലിഗ് പാലിക്കണം. കാരണം ഫഇന്ന വാജിബഹു അൽ കൈലുൽ വാരിദു, കാരണം അയാളുടെ വാജിബ് വാരിദായ കൈല് കൊടുത്തിരിക്കണമെന്നാണ്. ഫലാ തതബറഉ ദിമ്മതുഹു, അപ്പോൾ അയാളെ ദിമ്മത്ത് ബരി ആകൂല. ഹത്താ യുഖ്രിജ ദാലികൽ ഖദ്റ കാഇനം മകാന വസ്നുഹു, വസ്ൻ എത്രയാലും വേണ്ടിയില്ല, ആ ഖദ്ർ കൈല് അയാൾ കൊടുത്തിരിക്കണമല്ലോ. കാരണം കൈലൻ ശർഇൽ വാരിദായത് കൈലൻ, അത് കൊടുത്തു എന്ന് അയാൾ ഉറപ്പുവരുത്തേണ്ടതാണല്ലോ. ഈ ജുസ്ഇ നമ്മൾ കൃത്യമായി ഇവിടെ പറഞ്ഞിട്ടുണ്ടേ. വഖദ് അഫ്താ കസീറുൻ മിൻ ഉലമാഇ കൈലാല ഫഹ്മൻ മിനൽ മുആയറത്തി ബിൽ അംദാദിൻ നബവിയ്യ അല്ലതി തതവഫറു ഫി ബഅദിൽ ആയിലാത്തിൽ ഇൽമിയ്യ. ഫത്വ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെള്ളക്കടലാസിൽ ഇങ്ങനെ അറബിയിൽ എഴുതിയ ഒരു സീൽ വെച്ചൊന്നും ചോദിക്കരുതേ. ഞാൻ ഈ ലേഖനങ്ങളിലും മറ്റേതിലൊക്കെ പലരും എഴുതിയത് കണ്ടിട്ടാണ്. അതിന് ഇപ്പോൾ കിതാബിൽ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ എഴുതുക. കുറേ ആളെ ലേഖനത്തിൽ വായിച്ചതിനൊന്നും വേറെ രസമില്ലല്ലോ. ഇതിപ്പോൾ കിതാബ് പല സ്ഥലത്തും എത്തിക്കണം. അപ്പോൾ പിന്നെ നമ്മളെ യാത്രകളിലൊക്കെ കൊടുത്ത് അവിടെ കാലിമ കൊടുക്കലുണ്ട്. ദാഗിസ്ഥാനിലും ഉസ്ബെക്കിസ്ഥാനിലും ഇസ്രലും ഇറാഖിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ ഇപ്പോൾ ലേഖനത്തിൽ എഴുതിയെന്ന് അറിയാൻ പറ്റില്ലല്ലോ.
വഖദ് അഫ്താന്നേ ഇപ്പം പറയാൻ പറ്റുള്ളൂ. വഖദ് അഫ്താ കസീറും മിൻ ഉലമാഇ ഗൈറല ഫഹ്മം മിനൽ മുആയറത്തി, പലരും എഴുതിയിട്ടുണ്ട്. കൈലൻ 800 ml എന്ന് എഴുതിയിട്ടുണ്ട് എന്നാണ് പറയാൻ പോകുന്നത്. വഖദ് അഫ്താ കസീറും മിൻ ഉലമാഇ ഗൈറല ഫഹ്മൻ മിനൽ മുആയറത്തി ബിൽ അംദാദി നബവിയ്യത്തി അല്ലതി തതവഫറു ഫീ ബഅദിൽ ആഖിലാത്തിൽ ഇൽമിയ്യ ഫീ ഹാദിഹിൽ ബിലാദ്. എങ്ങനെയാണ് അവർ കൊടുത്ത പോലെ ഫത്വയുടെ അടിസ്ഥാനം ഓൽക്ക് സനദ് എന്താണ്? ഫഹ്മൻ മിനൽ മുആയറ, അളന്ന് മനസ്സിലാക്കിയിട്ട്, ബിൽ അംദാദിൻ നബവിയ്യ, മുദ് നബവികളെ കൊണ്ട് അളന്ന് മനസ്സിലാക്കിയിട്ട്, അല്ലത്തി തതവഫറു ഫീ ബഅദിൽ ആയിലാത്തിൽ ഇൽമിയ്യ ഫീ ഹാദിഹിൽ ബിലാദ്, നമ്മുടെ നാടുകളിൽ ചില പണ്ഡിത കുടുംബങ്ങളിൽ ലഭ്യമായ മുദ് നബവികൾ കൊണ്ട് അളന്നിട്ട് മനസ്സിലാക്കിയിട്ടാണ് അങ്ങനെ ഒരു പറഞ്ഞത്. എന്താ ഫത്വ കൊടുത്തത്? അന്നൽ മുദ്ദ ബിൻ നിളാമിൽ മിത്രി, മെട്രിക് സിസ്റ്റം അനുസരിച്ച് പുതിയ കണക്കനുസരിച്ചുള്ള മുദ് 800 മില്ലി ലിറ്റർ 800 ml ആണെന്ന് പലരും എഴുതിയിട്ടുണ്ട്. ഫലഹാദ, മുദ് 800 എന്ന് പറയുമ്പോൾ സ്വാഴ് 3200 മില്ലി ലിറ്റർ ആവും, 3200 ലിറ്റർ ആവും. പിന്നെ അറിയാമല്ലോ 4 8 32, കാരണം 4 മുദ്ദുകളാണ് സ്വാഴുകൾ നമുക്കറിയാമല്ലോ. ഇത്രയുമാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. ഇപ്പം മക്കായിൽ തുടങ്ങുക നമ്മൾ. അപ്പോൾ അവിടെ ഒരു ചോദ്യം, സാധാരണയിൽ നമ്മൾ കേൾക്കുന്നൊരു ചോദ്യമാണല്ലോ, ചോദ്യം വന്ന് തുടങ്ങിയപ്പോൾ, ഫിത്ർ സക്കാത്ത് എത്ര കിലോ ആണ് കൊടുക്കേണ്ടി? ഒരാളുടെ ഫിത്ർ സക്കാത്ത് എത്ര കിലോ ഉസ്താദേ എന്ന് ചോദിക്കും. ചോദ്യം വരാനിരിക്കുന്നുണ്ട്, പിന്നെ ഇങ്ങനെ ചോദ്യം വരും പെരുന്നാളാകുമ്പോഴത്തേക്ക്. എല്ലാ കൊല്ലവും ചോദിക്കും, ഒരാൾ തന്നെ അടുത്ത കൊല്ലം ചോദിക്കട്ടെ, നമുക്ക് അനുഭവം. യക്സുറു സുആലുൻ നാസ് ഫി മൗസിമി ഈദിൽ ഫിത്ർ കം കിലു ഫിത്രത്ത് വാഹിദിൻ. ഈ ചോദ്യം ഇങ്ങനെ വരും, എത്ര കിലോ ആണ് ഒരാളെ ഫിത്ർ സക്കാത്ത് എന്ന് പെരുന്നാൾ സീസണുകളിൽ ജനങ്ങൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്. ലിഅന്നൽ മുആമലാത്തി തജ്രി ഫിൽ അറുസി വസാഇരിൽ ഹുബൂബി ഫിൽ അസ്രി റാഹിൻ. ഈ കാലത്ത് ധാന്യങ്ങളിൽ, അരിയിലും മറ്റ് ധാന്യങ്ങളിലൊക്കെ മുആമലത്തുകൾ നടക്കുന്നത് വസ്ന് കൊണ്ടാണ്. അതുകൊണ്ടാണ് കിലോ എത്രയാണെന്ന് അവർ ചോദിക്കുന്നത്, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. വലാ യുംകിനുൽ ഇജാബതു ബിവസ്നിൻ മുഹദ്ദദിൻ, ഇത്ര കിലോ ഇത്ര ഭാരം എന്ന് നമുക്ക് പറയാനാവുകയില്ല. ഇത്ര ഭാരമാണെന്ന് പറയാൻ ആവുകയില്ല കൃത്യമായിട്ട്. ഫിത്ർ സക്കാത്ത് ഇത്ര ഭാരമാണെന്ന് പറയാൻ കഴിയൂല. പിന്നെ ഒരു പറച്ചലാണ് പറയാ, അതിൻ്റെ വജ്ഹ് എന്താണ്? ഫൈനൽ മത്ലൂബ ഇഖ്റാജു കൈലിൻ മഹ്ദൂദ്. ഞാൻ പിന്നെ നമ്മൾ ജാനിബ് കാക്കി ശരിക്കും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ പാട് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം കൊളാക്കി എന്നല്ല ഒരാൾ പറഞ്ഞു കേട്ടിട്ട് നമുക്ക് ബേജാറുണ്ട്, അതുകൊണ്ടാണ് പിന്നെയും പറയുന്നത്. നമ്മളൊന്നും കൊളാക്കുന്നില്ല. ഫൈനൽ മത്ലൂബ ഇഖ്റാജു കൈലിൻ മഹ്ദൂദിൻ, മഹ്ദൂദായ കൈൽ ഇഖ്റാജ് ചെയ്യലാണേ മത്ലൂബ്. വൽഹുബൂബ് മുതഫാവിതത്തുൻ ഫിൽ വസ്നി, ധാന്യങ്ങൾ വസ്നിൽ മുതഫാവിതത്താണല്ലോ, വസ്നിൽ വ്യത്യസ്തങ്ങളല്ലേ ധാന്യങ്ങൾ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഫിത്ർ സക്കാത്ത് എത്ര കൊടുക്കേണ്ടതെന്ന് പറയുമ്പോൾ എത്ര കിലോ ആണെന്ന് എങ്ങനെയാണ് പറയുക? അങ്ങനെ അറിയാനാവില്ല. അരി തന്നെ വ്യത്യാസങ്ങളില്ലേ, ഭാരങ്ങളിൽ. അയാൾ ഏത് അരിയാണ് കൊടുക്കുന്നതെന്ന് നമ്മൾ കാണാത്തതുകൊണ്ട് തന്നെ അരിയാണെങ്കിൽ ഇത്ര കിലോ എന്ന് പറയാനൊന്നും നമ്മൾ ആളല്ല കൃത്യമായിട്ട്. പിന്നെ ഒരാൾ ചോദിച്ചാൽ അയാൾക്കൊരു അമൽ ചെയ്യണ്ടേ, അതിൻ്റെ വജ നമുക്ക് പറഞ്ഞു കൊടുക്കാം, അതിൻ്റെ വജയൊക്കെ നമ്മൾ വരുന്നുണ്ട്. വലാകിന്നൽ ഫുഖഹാ ലമാ തയഖനു അന്നൽ മക്കായിലൽ മദനിയത ലാ തതവഫറു ഫീ കുല്ലിൽ ബിലാദി, എല്ലാ നാട്ടിലും മദീനത്തെ മുദ് കിട്ടൂല എന്ന് ഫുഖഹായിന് ഉറപ്പല്ലേ. അപ്പോൾ നഖലുഹാ ഇലൽ ഔസാൻ, അവകളെ വസ്നുകളിലേക്ക് അവർ മാറ്റി ട്രാൻസ്ഫർ ചെയ്ത് നമുക്ക് അവർ കാണിച്ച് പറഞ്ഞു തന്നു. ബിഅ്തിബാരിൽ ഹുബൂബി മുതവസ്സിതത്തിൽ വസ്നി, മധ്യഭാരമുള്ള മീഡിയം വെയിറ്റുള്ള ശഈർ ധാന്യങ്ങളിലൂടെ വസ്ന് കണക്കാക്കിയിട്ട്, അപ്പോൾ ആ പാത്രത്തിൽ ഏറ്റവും വെയിറ്റുള്ളത് ഇട്ടിട്ട് ഇത്ര കിലോ എന്ന് പറഞ്ഞാൽ, നമ്മൾ ചെറിയ വെയിറ്റുള്ളതാണെങ്കിൽ നമ്മളെ സാധനം കുറേ പോയി പോകും. പോയി പോകുന്ന പറഞ്ഞാൽ കുറേ കൊടുക്കേണ്ടി വരും. എല്ലാവരും പണക്കാരൊന്നുമല്ലല്ലോ ഫക്കീറിന് വാരി കൊടുക്കാൻ. ഇനി അഥവാ ആ ഫുഖഹ എന്ന് കണക്കാക്കുമ്പോൾ വളരെ വെയിറ്റ് കുറഞ്ഞത് മുദ്, അവർക്ക് മുദ്ദ് നബവി കിട്ടിയിട്ടുണ്ടല്ലോ, അങ്ങനെ കണക്കാക്കി തന്നത്. ആ മുദ്ദ് നബവിയിൽ വെയിറ്റ് ഇല്ലാത്ത ധാന്യം ഇട്ട് നിറഞ്ഞു. എന്നിട്ട് അവരത് വസ്നിലേക്ക് മാറ്റുമ്പോൾ ഇത്ര ദിർഹം ഭാരമാണ് എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞ ഭാരമല്ലേ ഉണ്ടാവുള്ളൂ, കാരണം വെയിറ്റ് ഇല്ലാത്തല്ലേ. പരുത്തി, ഒരു പാത്രത്തിൽ പരുത്തി ഫില്ല് ചെയ്താലും
ചരക്കല്ല് ഫില്ല് ചെയ്താലും ഒരേ അളവാണെങ്കിലും ഭാരം വ്യത്യാസമില്ലേ? അരിയിലൊക്കെ അത് സങ്കല്പിക്കാം. അപ്പോൾ വെയിറ്റ് ഇല്ലാത്തൊരു ധാന്യം അവർ ആ പാത്രത്തിൽ ഇളന്നിട്ട് ദിർഹം കൊണ്ട് തൂക്കിയിട്ട് ഇത്ര ദിർഹം എന്ന് പറഞ്ഞപ്പോൾ ചെറിയ ദിർഹമുകളെ ഉണ്ടാവുള്ളൂ, ചെറിയ ഗ്രാമുകളെ ഉണ്ടാവുള്ളൂ. അത് നമ്മളെ നാട്ടിൽ അല്ലെങ്കിൽ വേറെ നാട്ടിലെ ധാന്യം കൊടുത്തു കഴിഞ്ഞാൽ അത് പാത്രം നിറയൂല. കാരണം എന്താ? അരി നല്ല ഭാരം ഉണ്ടാവും. പെട്ടെന്ന് തന്നെ ഓല് പറഞ്ഞ ദിർഹം വസന് ഇത്ര വസനായിട്ടുണ്ട് കേട്ടോ എന്ന് പറയും. അത്ര വസനായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ആ സാധനം പാട്ടയിലിട്ട് നോക്കിയാൽ, മുദ്ദിലിട്ട് നോക്കിയാൽ നിറഞ്ഞിട്ടുണ്ടാവില്ല. മുദ്ദ് നിറയെ സാധനം കൊടുക്കണം എന്നല്ലേ മത്ലൂബ്. അതുകൊണ്ട് ഓല് ചെയ്ത പണി എന്താണ്? മുത്തവസ്തിത്വത്തെ എടുത്തിട്ട് പറഞ്ഞു തന്നു. എന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു, ഈ മുദ്ദൊന്നും കിട്ടാത്ത ആളുകൾ മുത്തവസ്തിത്തായത് കൊടുത്താളാ, എന്നിട്ട് ഈ ഭാരം കൊടുത്താളാ. അപ്പോൾ ആ ഭാരം ഈ പാത്രത്തിൽ ആക്കുന്ന അവസരത്തിൽ അത് ഫില്ലായിട്ടുണ്ടാകുന്ന വെപ്പ്. ഇങ്ങനെയാണ് ഇപ്പോൾ കണക്കാക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഫുഖഹ നമുക്ക് ചെയ്തു തന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൃത്യമായിട്ട് എത്രാന്ന് വെച്ചാൽ ഇത്ര എന്നങ്ങ് പറയാനാകൂല എന്നാണ് പറഞ്ഞത്. കാരണം അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കുകയാണ്. ഞാനിത് പണ്ട് കൊടുത്തിരുന്നു. ഇത് 2ാം പതിപ്പാണല്ലോ. ഈ പതിപ്പിൽ നിന്ന് ഞാൻ മാറ്റിയിരുന്നു കുറച്ച് ചർച്ചകൾ. പക്ഷേ മാറ്റിയതിൻ്റെ ശേഷം ചില വാചകങ്ങൾ മാറ്റാണ്ടായി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ അത് കാണാൻ കഴിയും. അതാണ് വായിക്കാൻ പോകുന്നത്. ഫനഖൂലു, സാരമില്ല, പറഞ്ഞ സ്ഥിതിക്ക് ഞാനതിൻ്റെ വിശദീകരണം ഞാൻ വാക്കാലങ്ങ് പറയും. ഫനഖൂലു ഖദറുൽ ഫിത്രത്തിൽ വാജിബത്തി സാഉൻ. ഫിത്രത്തുൻ വാജിബത്തിൻ്റെ ഖദർ ഒരു സാ ആണല്ലോ, ആണ്. വസ്സാഉ മിനൽ മക്കീലത്താണല്ലോ, ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പറയാൻ കഴിയാത്തത് എന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഇത്ര വസന് എന്നത് നമുക്ക് ചോദിച്ചാൽ അങ്ങനെ അങ്ങോട്ട് പറയാനാകൂല എന്നുള്ള ബോധ്യപ്പെടുത്തുകയാണ്. വയതസാവൽ കൈലു വൽ വസ്നു ഇദാ കാനത്തിൽ കസാഫത്തു വാഹിദൻ. കൈലും വസ്നും സമമായിരിക്കും ഒരു വസ്തുവിൻ്റേത്, അതിൻ്റെ സാന്ദ്രത ഒന്നാണ് എങ്കിൽ. കമാഫിൽ മാ, വെള്ളത്തിൻ്റേത് അങ്ങനെയാണ്. കമാ ഖദ്ദംനാ ഫിൽ ഫസ്ലി സാബിഖി കണ്ടില്ലേ? ആ സാബിഖിന്ന് ഞാനത് മാറ്റിയിരിക്കുന്നത് അത് ഇവിടെ. അതുകൊണ്ട് ഇതും മാറ്റേണ്ടതായിരുന്നു, മാറ്റാണ്ടായി പോയതാന്ന് എൻ്റെ ഓർമ്മ. എനിക്ക് തന്നെ മനസ്സിലാകുന്നത്. ഇപ്പോൾ ചെറിയൊരു കൈക്രിയ കണ്ടെത്തിയിട്ട് മോഡിഫൈ ചെയ്തിട്ടാണ് നമ്മൾ 2ാമത്തെ ഉണ്ടാക്കിയത്. പക്ഷേ ഇത് കട്ട് ചെയ്യാൻ വിട്ടുപോയതാണ്. പക്ഷേ എങ്കിൽ എന്താണ് പറഞ്ഞിരുന്നത്? സാബിഖിൽ മുമ്പത്തേൽ ഉണ്ടാവുമായിരിക്കും, ആദ്യത്തെ പതിപ്പിൽ. അതായത് ഈ എൻ്റെ വിഷയം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പം പറഞ്ഞതിൻ്റെ ബയാനാണ്. നമുക്ക് കൃത്യമായിട്ട് ഈ മുദ്ദിൽ കൊള്ളുന്ന ധാന്യത്തിൻ്റെ തൂക്കം ഇത്രയാണെന്ന് പറയാനാകാത്തത് എന്തുകൊണ്ട് എന്നുള്ളത് വിശദീകരിക്കാനാണ്. അത് നിങ്ങൾക്ക് വേഗം തിരിയും. കാരണം വെയിറ്റുകൾ വ്യത്യാസമുള്ള സംഗതികളാണല്ലോ ധാന്യങ്ങൾ എന്ന് പറഞ്ഞാൽ, വ്യത്യസ്ത വെയിറ്റുകളല്ലേ. അപ്പോൾ ആ പാത്രത്തിലുള്ള ധാന്യം ഇത്ര കിലോ എന്ന് എങ്ങനെയാ പറയാ? ചരക്കല്ലും പൂഴിയും പിന്നെ അതുപോലെ പരുത്തിയും ഒക്കെ സങ്കല്പിച്ചാൽ മതി. അപ്പോൾ ആ പാത്രത്തിൽ കൊള്ളുന്ന ഒരു പരുത്തിയും ആ പാത്രത്തിൽ കൊള്ളുന്ന ചരക്കല്ലും ഒരുപോലെ അല്ല എന്ന് പറഞ്ഞാൽ അത് ധാന്യത്തിന് പോലെ സങ്കല്പിക്കാനേ ഉള്ളൂ. അതാണ് സംഭവം. പക്ഷെ അതൊന്ന് ശാസ്ത്രീയമായി ഒന്ന് വിശദമാക്കുകയാണെന്ന് മാത്രം. ആവശ്യമില്ലാന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കിയതായിരുന്നു. എന്നാലും പറഞ്ഞ സ്ഥിതിക്ക് അതും കൂടി പറയണമല്ലോ, പറയാം. അപ്പോൾ വെള്ളത്തിന് അങ്ങനെയാണ് അവസ്ഥ. വെള്ളത്തിൻ്റെ ഭാരവും വെള്ളത്തിൻ്റെ വ്യാപ്തവും തുല്യമാണ്. അഥവാ 1 കിലോ വെള്ളം എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ പാത്രത്തിൽ ഇട്ട് കഴിഞ്ഞാൽ 1 കിലോ വെള്ളം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായി 1 ലിറ്ററായിരിക്കും. 1 ലിറ്ററായിരിക്കും. 1000 ml ആയിരിക്കും. 1000 ml ആയിരിക്കും. അപ്പോൾ നമ്മൾ പഠിച്ചൊരു സംഗതിയാണ്, ഒരു ക്യൂബിക് സെൻറ്റിമീറ്ററിൽ ഉൾക്കൊള്ളുന്ന വെള്ളം, ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തും ഓരോ സെൻറ്റിമീറ്റർ, ഇങ്ങനെ ചെറിയൊരളവാണ് സെൻറ്റിമീറ്റർ. 1 ക്യൂബിക് സെൻറ്റിമീറ്ററിൽ ഉള്ള വെള്ളം 1 മില്ലി ലിറ്റർ വെള്ളമായിരിക്കും. അത് 1 ഗ്രാം വെള്ളവുമായിരിക്കും. അത് നിങ്ങൾ ചേട്ടിലിറ്റിക്ക് മരുന്നൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അധികം 5 ml ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ 1 സെൻറ്റിമീറ്റർ ഇങ്ങനെയുള്ള വെള്ളം അത് 1 ml ആയിരിക്കും. അങ്ങനത്തെ 5 എണ്ണം കൂടുന്നതാണ് ഈ ചേട്ടിലിറ്റിക്കുന്ന മരുന്ന് ബോട്ടിലൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ എന്നതുപോലെ 1000 സെൻറ്റിമീറ്റർ സ്ക്വയർ അതിൽ കൊള്ളുന്നത് 1000 ml, 1000 ഗ്രാം. ഇത് വെള്ളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്.
അളവും തൂക്കവും സമമായിരിക്കും. വെള്ളം തന്നെ ചില അവസരത്തിൽ വ്യത്യാസപ്പെടുകയും ചെയ്യും. ഇത് സാന്ദ്രതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളൊരു സംഗതിയാണ്. ഭാരം ഹരിക്കണം അളവ് ആണ് സാന്ദ്രത എന്ന് പറയുന്നത്. ഭാരം ഹരിക്കണം അളവ്, മാസ് ഹരിക്കണം വോള്യം സമം ഡെൻസിറ്റി. നമ്മൾ സ്കൂളിൽ പഠിച്ചതാണല്ലോ. ഇതാണ് ഈ സംഭവം. അപ്പോൾ ഒരു വസ്തുവിൻ്റെ ഡെൻസിറ്റിയുടെ ഭാരവും അതിൻ്റെ അളവും, അത് കൊള്ളാനുള്ള ചുറ്റളവും വ്യാപ്തവും, അത് തമ്മിലുള്ള തോതനുസരിച്ച് സാന്ദ്രത മാറും അല്ലേ? കൊള്ളാനുള്ള അളവ്, ഇപ്പം തൂക്കക്കല്ല് കൊള്ളാനുള്ള അളവ് കുറച്ചല്ലേ വേണ്ടതുള്ളൂ അല്ലേ? കൊള്ളാനുള്ള അളവും അതിൻ്റെ ഭാരവും വ്യത്യാസപ്പെടുന്നതനുസരിച്ച് ആണ് ഈ സാന്ദ്രത വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെള്ളത്തിലേക്ക് തട്ടിച്ചുകൊണ്ടാണ് നമ്മൾ സാന്ദ്രതയെ പറയാറുള്ളത്. കാരണം വെള്ളത്തിൻ്റെത് കൃത്യമായിട്ട് ഒന്നായതുകൊണ്ട് നമ്മൾ അതിലേക്ക് തട്ടിച്ചിട്ട് ഇന്നതിൻ്റെ സാന്ദ്രത കുറവാണ്, ഇന്നതിൻ്റേത് കൂടുതലാണ് എന്ന വെള്ളത്തിലേക്ക്, അതിനാണ് ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നത്. അപ്പം ഇതെന്തിനാണ് നമ്മളിത് പറയുന്നതെന്ന് ചോദിച്ചാൽ, വസ്തുക്കളുടെ സാന്ദ്രത കൂടലും കുറയലും അനുസരിച്ച് നമുക്ക് വസ്തുക്കളുടെ ഒരളവിലുള്ള സാധനം ഒരു തൂക്കമല്ല എന്ന് പറയാൻ കഴിയുമല്ലോ, മനസ്സിലാക്കാമല്ലോ എന്ന് പറയാനാണ്. അപ്പോൾ അളവ് ഇന്നതാണ് എന്ന് പറഞ്ഞത് കൊണ്ട് തൂക്കം ഇന്നതാണ് എന്ന് പറയാൻ കഴിഞ്ഞോളന്നില്ല, സാന്ദ്രത അനുസരിച്ച് മാറുമല്ലോ എന്നർത്ഥം. നല്ലോണം ചിന്തിച്ചാൽ മതി, പിന്നെയും കേട്ടാൽ മതി. പിന്നെ നിങ്ങൾക്ക് സാന്ദ്രതയെക്കുറിച്ചുള്ളൊന്ന് ഗൂഗിളിലൊന്ന് വായിച്ചാലും മതി, അപ്പോൾ മനസ്സിലാവും. അപ്പോൾ സാന്ദ്രത 1 ആണ് എങ്കിൽ, വാഹിദ് ആണ് എങ്കിൽ, ചിലപ്പോൾ വാഹിദിനേക്കാൾ കുറയും, വാഹിദിനേക്കാൾ കൂടും, 1 പോയിൻ്റ് അപ്പുറമാകും, അല്ലെങ്കിൽ 0.9 0.8 എന്നൊക്കെ ആകും. അങ്ങനെ ആകുന്നതിനനുസരിച്ച് നമുക്ക് ഇവിടെ അളവിൽ ഒരളവിലെ സാധനം തന്നെ ഭാരത്തിൽ വ്യത്യാസപ്പെടുന്നത് കാണാൻ കഴിയും. അപ്പോൾ വെള്ളത്തിൽ കൈലും വസനും സമമാണ്. പക്ഷേ നമ്മളെ ചർച്ച എന്താ? ഒരു കൈല് പറഞ്ഞത് കൊണ്ട് അതേ വസന് തന്നെ ആകണമെന്നില്ലല്ലോ എന്നാ. 800 ml ആണെന്ന് സങ്കല്പിച്ചത് കൊണ്ട് 800 ഗ്രാം ആകണമെന്നില്ല. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത്ര കൈലാണ് എന്ന് പറഞ്ഞത് കൊണ്ട് ഇത്ര വസനാണ് എന്ന് പറയാൻ കഴിയൂല? സാന്ദ്രത മാറുമ്പോൾ അത് മാറുമല്ലോ എന്നാ ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അമ്മായിദാലം തക്കുൻ കസാഫത്തു ശൈഇ വാഹിദൻ. അപ്പോൾ ഒരു വസ്തുവിൻ്റെ സാന്ദ്രത വാഹിദ് അല്ലെങ്കിൽ കൽ അറുസി, അറുസ് പോലെ, വൽ ഖംഹി ഗോതമ്പ് പോലെ, സായിറുൽ ഹുബൂബ് പോലെ, ഫൈന കസാഫത്ത ഹാദിഹി അഖല്ലു മിനൽ മായി. ഇന്നിപ്പോൾ വെള്ളത്തിനേക്കാൾ കുറവാണ് ഇതിൻ്റെയൊക്കെ സാന്ദ്രത. സാന്ദ്രതക്ക് അളക്കാൻ ഒരു യൂണിറ്റ് ഒന്നുമില്ല, പ്രത്യേക യൂണിറ്റ് തട്ടിച്ച് പറയലേ ഉള്ളൂ. ഇത്ര കിലോ സാന്ദ്രത, ഇത്ര ലിറ്റർ സാന്ദ്രത ഒന്നും പറയാനൊന്നും ആവില്ല, തട്ടിച്ചിട്ടാണ് പറയുക. വെള്ളത്തിലേക്ക് തുലനം ചെയ്തിട്ട് നമ്മൾ താഴെയും മേലെയും പറയുകയാണ് ചെയ്യുക. വെള്ളത്തിൻ്റേത് വസനും കയ്യിലും സമമായതുകൊണ്ട്, വോള്യവും മാസും സമമായതുകൊണ്ട്, അതിൻ്റെ വ്യാപ്തവും അതിൻ്റെ ഭാരവും സമമായതുകൊണ്ട് ഒന്നാണല്ലോ. അപ്പോൾ അതുപോലെയല്ല, അതിനേക്കാൾ കുറച്ച് താഴെയാണ്, അതിനേക്കാൾ കുറച്ച് മേലെയാണ്, അങ്ങനെയാണ് നമ്മൾ പറയുക. ഫൈന കസാഫത്ത ഹാദിഹി, ഈ വസ്തുക്കളുടെ എല്ലാം, ഗോതമ്പരിൻ്റെ ഒക്കെ സാന്ദ്രത അഖല്ലു മിനൽ മായി, വെള്ളത്തെക്കാൾ കുറവാണ്. കമാഹുവ മഅലൂമുൻ, അത് അറിയാം. വകമാ യതഹഖഖു ബിത്തഫ്തീഷ്, പരിശോധിച്ചാൽ അറിയാം. വകുന്തു വസന്തു അശറത്ത അൻവാഇ മിനൽ അറുസി, ഇനി ഞാൻ തന്നെ അറുസിൻ്റെ തൂക്കിയാൽ നമ്മൾ പറഞ്ഞല്ലോ ഒരു നിശ്ചിത ഭാരം പറയാൻ കഴിയൂല, ഇത്ര കയ്യിലാണെന്ന് പറഞ്ഞതുകൊണ്ട് ഇത്ര വസനാന്ന് പറഞ്ഞാൽ കഴിയുള്ളൊന്നുമില്ല. ഞാൻ തന്നെ തൂക്കിയിട്ടുണ്ട് ഒരു 10 മോഡൽ അരി. മൗഹൂദൻ കുല്ലു വാഹിദിൻ മിൻഹാ സലാസു മില്ലി-ലിറ്റർ, എല്ലാം 800 ml എടുത്തിട്ടാണ് തൂക്കിയത്. 800 ml എടുക്കാൻ കാരണം വഹുവ ഖദറുൽ മുദ്ദി ഇൻദ കസീരിൻ മിൻ ഉലമായി ഗൈറല ഫഹ്മ മിനൽ മുഅയ്യറ ബിൽ അംദാദിൻ നബവിയ്യ അല്ലത്തി തതഫറു ബിൽ അയലാത്തിൽ മിയ ഫിൽ ബിലാദി. അത് എന്താ 800 എടുത്ത് തൂക്കാൻ കാരണം? പലരും അങ്ങനെയാണ് പറയുന്നത്. അതിൻ്റെ വസ്തുത എന്താണ് നമ്മൾ ശേഷം ചർച്ചയ്ക്ക് വരുന്നുണ്ട്, തിരക്കാക്കരുത്, കാരണം ചർച്ച വരും. അപ്പോൾ 800 പറയുന്നതനുസരിച്ച് നമ്മളൊരു 800 ഇങ്ങ് എടുത്തിട്ട് തൂക്കി നോക്കി. എന്നിട്ട് അടുത്ത ചാർട്ടിലുള്ളതുപോലെ എനിക്ക് വസൻ കിട്ടിയത് റഖമു മുസൽസൽ എന്ന് പറഞ്ഞാൽ ക്രമ നമ്പർ 1. 800 ml ആണ് എല്ലാം എടുത്തത്. 800 ml എടുത്തു,
എന്നിട്ട് തൂക്കി നോക്കുമ്പോൾ 710 ഗ്രാം അതൊരരി. മറ്റൊരരി 755, 650, 650, 692, 785, 742, 692, 658, 692. പിന്നെ ഷെയർ തൂക്കി, ബാർലി 800 തൂക്കി 800 ml എടുത്തപ്പോൾ 713 ഗ്രാം. ഗോതമ്പ്, ഇതൊക്കെ അരിയാണ്. ഇപ്പോൾ 1 മുതൽ 10 വരെ 10 അരി എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഷെയർ തൂക്കി, ഗോതമ്പ് തൂക്കി, ദഹന് എന്ന് പറഞ്ഞാലും മറ്റേ ഇത് മുത്താറി അത് തൂക്കി 692. ഇങ്ങനെയൊക്കെ തൂക്കി. അതിൻ്റെ അവസാന കോളത്തിലുള്ളത് ഡെൻസിറ്റിയാണ്. വസിനിനെ പിന്നെ വ്യാപ്തം കൊണ്ട് അളക്കുമ്പോഴാണ് 800 cm² ഉള്ള സാധനം 800 ml ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മളവിടെ കൊടുത്തത്. അപ്പോൾ 710 ഹരിക്കണം 800 ആണ് പറഞ്ഞത്. വസിന് അതിനെ കയ്യിൽ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന കസാഫയാണ് പറഞ്ഞത്. നമുക്ക് ആവശ്യം വരുന്നുണ്ട് വിഷയങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ കയ്യിൽ ഒന്നാണ്, ഒരേ കയ്യിലാണ് എന്ന് പറഞ്ഞത് കൊണ്ട് ഒരേ വസന് ഇത്രയാണ് കൊടുക്കേണ്ടത് നമുക്ക് അങ്ങനെ പറയാനാവില്ല എന്ന് പറയാനൊന്ന് ബോധ്യപ്പെടുത്തി സംസാരിച്ചതാണ്, അത് മാത്രം. അതുകൊണ്ട് നമുക്കൊരൊറ്റ ഖൗൽ ഇത്ലാഖ് ചെയ്ത് പറയാനാകൂല, ബില്ലബത്തായിട്ട് പറയാനാകൂല. അന്ന വസനൽ ഖദിരിൽ വാജിബി ഫിൽ ഫിത്രത്തി കദാ വ കദാ ബിന്നിളാമിൽ മിത്രി എന്ന് പറയാനാകൂല. ഫഇന്നൽ ഔസാന തഖ്തലിഫു വമഅലൂമുൻ അന്നൽ അസ്ലൽ കൈലു ഫിൽ മകായിൽ. പിന്നെ കൈലിൽ മകായിൽ കൈലാണ് അസ്ൽ എന്നുള്ളത് ഉറപ്പല്ലേ. വഇന്നമാ യുദ്കറു ഫീഹൽ വസ്നു ലിൽ ഇസ്തിൽഹാരി വൽ ഇഹ്തിയാത്തി. മക്കായിലിൽ കൈലാണെന്ത്, മക്കീലാത്തിൽ കൈലാണ് അസ്ല്. പിന്നെ അവിടെ വസ്ന് പറയുന്നത് ഇസ്തിൽഹാറിനും ഇഹ്തിയാത്തിനും വേണ്ടിയാണ് എന്ന് നമുക്ക് അറിയാമല്ലോ. പിന്നെ നമ്മൾ ആണയിട്ട് പറയുകയാണ്. അടുത്ത ചർച്ചയ്ക്ക് മുമ്പ് ഒന്നും കൂടി. ഇനി അടുത്ത ചർച്ച എന്തുകൊണ്ടാണ് അത് ഇഹ്തിയാത്തിന് വേണ്ടിയാണ് എന്നുള്ളത് ഇമാം നവവി പറഞ്ഞത് ഒരു സരീഹ ഇബാറത്ത് നമ്മൾ കാണിച്ചു തരും. അപ്പോൾ ഇസ്തിൽഹാറിൻ്റെ മാന്യ നമ്മൾ നാളെ പറഞ്ഞു തരുന്നുണ്ട് ഇൻഷാ അള്ളാഹ്. സമയം ഇത്ര മതി, ഒരു ദിവസം തന്നെ കുറേ ആകുമ്പോൾ മടുക്കും ഇൻഷാ അള്ളാഹ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.